ഹായ്, ഇന്ന് നമ്മൾ CMA USA ന്യൂ എക്സാം പാറ്റേണെ പറ്റിയിട്ടാണ് പറയാൻ പോണത്. 2 മിനിറ്റ് കൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് പറയാം. നേരെ വീഡിയോയിലേക്ക് പോകാം. CMA USA എക്സാം പാറ്റേൺ സാധാരണ എങ്ങനെയാണ്? MCQ ഉണ്ടാവും, essay ഉണ്ടാവും. ഈ essay മാറി കേസ് ബേസ്ഡ് സെനാരിയോ വരാൻ പോകുന്നു. എന്താണ് കേസ് ബേസ്ഡ് സെനാരിയോ? അതായത് ഒരു റിയൽ ബിസിനസ് കേസ് വരും, അതിന് ഷോർട്ട് ആൻസർ കൊടുക്കുക. ആ ഷോർട്ട് ആൻസർ തിയറി ആവാം, പ്രോബ്ലം ആവാം. അപ്പൊ എസ് ആയിട്ട് വെച്ച് നോക്കും, പണ്ടത്തെ എസ് ആയിട്ട് വെച്ച് നോക്കും, ഇതിനെന്താ മാറ്റം? പണ്ടത്തെ എസ് എന്ന് പറഞ്ഞാൽ ഒരു ജനറേറ്റഡ് സിനാരിയോ വരും, അതിന് 4-5 സെന്റൻസ് അല്ലെങ്കിൽ 3-4 സെന്റൻസ് നമ്മൾ എന്താണ് ആൻസർ കൊടുക്കും. ബട്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ആൻസർ ഷോർട്ടാണ്. മാത്രമല്ല ആ സിനാരിയോ എന്ന് പറഞ്ഞത് ഒരു റിയൽ വേൾഡ്, ഒരു റിയൽ ബിസിനസ് സിനാരിയോ ആയിരിക്കും. അപ്പൊ സുഖമായിട്ടും അവിടെ എന്താണ് നമ്മുടെ എക്സാം എന്താണ് ഒരു റിയൽ വേൾഡ് ആയിട്ട് കണക്റ്റഡ് ആവാണ്. അതന്നെയാണ് അവിടെ IMA ഉദ്ദേശിച്ചതും. ഓക്കെ, ഇനി അത് എപ്പോഴാണ് മാറുന്നത്? അത് ഈ മെയ് ജൂൺ വിൻഡോയിൽ ഓപ്ഷനിലാണ്. അതായത് ഓതറൈസേഷൻ എടുക്കുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ essay അല്ലെങ്കിൽ കേസ് ബേസ് സെനാരിയോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇനി സെപ്റ്റംബർ ഒക്ടോബർ വിൻഡോ ആകുമ്പോൾ കംപ്ലീറ്റ്ലി കേസ് ബേസ് സെനാരിയോയിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക എക്സാം സ്റ്റഡി പ്രിപ്പറേഷൻസ് ഒക്കെ. പിന്നെ എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും മാറുന്നുണ്ടോ? വേറെ ഡ്യൂറേഷൻ മാറില്ല, സിലബസ് മാറില്ല, സ്കോറിംഗ് സിസ്റ്റം മാറില്ല. ആകെ മാറുന്നത് essay മാറുന്നുണ്ടെന്നുള്ളൂ. ഓക്കെ, അപ്പം അതാണ് ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്താ പറഞ്ഞാൽ മാക്സിമം നിങ്ങൾ ചോദ്യം ചെയ്യുക, അതിലാണ് കാര്യമുള്ളത്. ഇപ്പം ഏതെങ്കിലും ഒരു ഏരിയ അറിയാത്തുണ്ടെങ്കിൽ അത് അറിയാൻ വേണ്ടി മാത്രം ജസ്റ്റ് അതിൻ്റെ തിയറി ബേസ് ഒന്ന് വായിച്ചു നോക്കുക. ആ ബേസ് കിട്ടിയാൽ നേരെ ചോദ്യത്തിലേക്ക് വരിക, പരമാവധി ചോദ്യം കളക്ട് ചെയ്യുക, ചോദ്യം ചെയ്യുക. ഓക്കെ, സ്റ്റേ ഹാർഡ്. താങ്ക് യു.